അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്കിളിന്റെ കൂടെയുള്ള പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് അങ്കിളിന്റെ കൂടെ ഈ ഏരിയയും ഗ്രാമവും പരിസരവും മൊത്തത്തിലൊന്ന് കാണാൻ അങ്കിളിന്റെ കൂടെ പോവുകയാണ്. ഉൾഗ്രാമങ്ങളിലെ വീടുകളും കണ്ട് ഇങ്ങനെ നമുക്ക് പോവാം. ഒന്ന് മൊത്തത്തിൽ പോയി കണ്ടിട്ട് വരാം. നമുക്ക് നടക്കടാ. ആൾക്കാരുടെ ജീവിതമൊക്കെ ഒന്ന് കാണാലോ അല്ലേ? ഈ ഏരിയയിലുള്ള ആൾക്കാരെയും അവരുടെ ജീവിത രീതിയും മൊത്തത്തിലൊന്ന് ആ ഒരു ഗ്രാമാന്തരീക്ഷമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ഇതൊക്കെ ഓരോരുത്തരുടെ വീടാട്ടോ, അയൽവാസികളുടെ വീടാണ്. കിച്ചു പോയി നോക്കാല്ലേ? അവര് കോട്ടയൊക്കെ എടുത്ത് നല്ല എൻജോയ്മെന്റിലാണ്. അതാണ് കാവേരിയങ്കളുടെ വീട് കേട്ടോ. അവിടുന്ന് അടുത്ത വീടെത്തി. തൊട്ടടുത്തുള്ള വീടാ. നമ്മളെ ഇവിടുത്തെ അല്ല, സാധാരണ വീടുകളാണ് അല്ലേ? വീടിന്റെ ഹലോ ചിന്ന, തുളസിത്തറ എല്ലാം ഉണ്ട് കേട്ടോ. ജ്വരെല്ലാം കമ്മിയായ ജയന്തി? ഞങ്ങളിതിലെ അപ്പറേ ഒന്ന് പോവുക. എല്ലാ വീട്ടിലും ഇങ്ങനെ തുളസിത്തറ ഉണ്ടാവും അല്ലേ? വിറകൊക്കെ നോക്കി എടുത്ത് അതാ മറ്റേ പൂജാരിമാരെന്ന് പറഞ്ഞാൽ ഇത് പൂജാരിമാരുടെ വീട്. എല്ലാവരുടെയും തുളസിത്തറ ഉണ്ടാവും. ഇത് പൂജ നടത്തും രാവിലെ. അത് കണ്ടോ, കണക്കെല്ലാം കീറി വെച്ചേക്കുന്ന കണ്ടോ? മെഷീനിലെല്ലാം കീറി അടുക്കി വെച്ചേക്കുന്ന കണ്ടോ? എന്താ സ്റ്റൈൽ, ഒരു വർഷത്തേക്കുള്ള. അടുത്ത വലിയ വലിയ മരങ്ങളുണ്ട്. ഇതൊന്നും മുറിക്കാൻ പറ്റൂല അല്ലേ? ഇവിടെ മുറിക്കണേ ലൈസൻസ് ഒക്കെ വേണം. അത് പരമറ്റൊക്കെ കിട്ടാൻ വലിയ പാടാ. പിന്നെ കട്ടൊക്കെ മുറിക്കും. ഇത് വിറകിന് മുറിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് അതെ അതെ, അടുത്ത വർഷത്തേക്ക് ഇത് ഇവർക്ക് ലേശം ഒരു വർഷത്തേക്ക് കഴിയുമ്പോൾ ഒരു ഉണങ്ങിയ പച്ചയല്ലേ അതെ, അത് ഉണങ്ങിയല്ല കണ്ടീഷനാവും. ഉജിര ടൗണിന്റെ ഉൾഗ്രാമത്തിലാണ് സഞ്ജയ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാവേരിയങ്കൾ ഇപ്പൊ എങ്ങോട്ടോ ഞങ്ങളെ കൂട്ടി ഇങ്ങനെ പോവുകയാണ്. നമ്മളെ നാട്ടിലത്തെ മലയാളികളാണോ ഇത്? മലയാളികളുടെ തോട്ടാണോ? അല്ല, ഇവിടെ മലയാളികൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്ത് വേണ്ട റബ്ബർ കാണുമ്പോ നമുക്ക് മലയാളികളാണ് ഓർമ്മ വരിക. അല്ല, അത് ചേട്ടന്മാരെ റബ്ബറൊക്കെ വെച്ച് വെട്ടുന്ന കണ്ടപ്പോ അവരും വെച്ച് വെറുതെ കിടക്കുമല്ലേ. ഇത് ഇവിടെ ഉള്ള ആൾക്കാർ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഇതിലാ. കവുങ്ങ കണ്ടം കവുങ്ങ, തെങ്ങ്, കണ്ടം കൃഷി, കവുങ്ങ് കൃഷി, തെങ്ങ് കൃഷി, വയല്. പിന്നെ ഇവിടെ റബ്ബറൊക്കെ വെക്കുന്നുണ്ടോ? കർണാടക അതെ, അവരുടെ ഈ റബ്ബറൊക്കെ കർണാടകക്കാർ റബ്ബർ വെക്കുന്നുണ്ട്. മലയാളി ഉണ്ടാവില്ല എല്ലാ സ്ഥലത്തും. വഴിക്ക് ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആരും ഒന്ന് ഏതിലെ വേണേലും വഴി കിട്ടും. സ്ഥലത്തിന് വിലയില്ല, പിന്നെ ഏതിലെ കൊണ്ട് വഴി കൊണ്ട്. കണ്ടമാണോ കൂടുതലായിട്ട് ഉണ്ടാക്കുക? അതെ അതെ, കണ്ടോ ഇതെല്ലാം അവരുടെ ഈ കണ്ടത്തിന്റെ സൈഡ് വഴി ഇവരുടെ വീടുകൾ കണ്ടോ. അങ്ങോട്ടൊക്കെ വീടുകൾ അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ നാട്? ഇഷ്ടപ്പെട്ടോ? നമുക്കാ പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടുന്ന് വണ്ടേ പോവില്ലേ. കവുങ്ങൊക്കെ കണ്ടോ, കവുങ്ങൊക്കെ അത്യാവശ്യം നല്ലോണം നോക്കുന്നുണ്ടല്ലേ അതിലേക്ക്? കവുങ്ങിലൊക്കെ നല്ല കണക്ക് ചെയ്യും, പണികളൊക്കെ ചെയ്യും. മലയാളികൾ കൂടുതലുണ്ടോ അതോ കുറവാണോ ഇവിടെ? ഇവിടെ മലയാളികൾ ഇവിടെ ഈ ഏരിയയിൽ, ഈ ലൊക്കേഷനിൽ, ഈ ഗ്രാമത്തിൽ മലയാളി കമ്മിയാണ്. ഇതൊക്കെ റബ്ബറാണല്ലോ, പാട്ടത്തിന് കൊടുക്കുന്നതാണോ? അത് റബ്ബറാ. അത് ഈ നാട്ടുകാർ വെച്ചാൽ അത്ര പണിയൊന്നും ആയിട്ടില്ല. എങ്ങോട്ടാ നമ്മള് പോവാ? ഇങ്ങോട്ട് പോവാ. ഇതിലെ പോണോ? ഇതിലെ പോവാ. ഇങ്ങോട്ട് പോവാ. ഈ റോഡിൽ പോയാലും കുഴപ്പമില്ല. അപ്പൊ അതിലെ പോയച്ച ബുദ്ധിമുട്ട്. ഇതിലെ പോവാ. ഇവിടെ എല്ലാരും പരിചയമുണ്ടോ? പിന്നെ എല്ലാം പരിചയം. ഇതിലെ അങ്ങ് പൊക്കോട്ടെ. അല്ല ചോദിക്ക, നായ കടിക്കുമെന്ന് അറിയാനോ? നായ പോണ്ടെന്ന് പറയുന്ന ഞാനേ പറയുള്ളൂ. കേരള കാസർഗോഡ്. ಇವತ್ತು ಬಂದು ನೋಡ್ಲಿಕ್ಕೆ. ശരി. എല്ലാരുമായിട്ട് പരിചയല്ലേ? എല്ലാരുമായിട്ടേ കണക്ക് വേണ്ട, കണക്ക് കൂളി വെച്ചേക്കുന്നുണ്ട്. വിറകൊക്കെ എല്ലാ വീട്ടിലും വിറകുണ്ട്. ഒരു വർഷത്തേക്ക് ഈ മഴക്കാലം
മറ്റേ ചുള്ളി വർഗൊക്കെ ആയിരിക്കും. അല്ല ഇത് തോട്ടത്തില് വീണത് അല്ല ഇവർക്ക് കണക്ക് വേണം, ചൂടുവെള്ളം വേണം ഡെയിലി ബിസിയാക്കാൻ, കുളിക്കാൻ ചൂടുവെള്ളം. ഇത് കാണുമ്പോല്ലേ വിറകടുപ്പില് ഗ്യാസ് ഒന്നും വേണ്ട തോന്നുന്നു, ഇതേപോലെ കത്തിക്കാൻ. ഇവിടെ അധികം ഗ്യാസ് ഇല്ലല്ലോ. ഇവിടെ എല്ലാവർക്കും ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ഉണ്ടെങ്കിൽ ഇവര് ചൂടുവെള്ളം വേണം ഡെയിലി കുളിക്കാൻ ചൂടുവെള്ളം വേണം. ചൂടുവെള്ളം വേണം. അതിന് പ്രത്യേക കലമുണ്ട്. ഇന്ന് ചൂടാക്കിയാൽ നാളെ വൈകിട്ട് വരെ ചൂട് വെക്കും, നാളെ 4 മണിക്ക് പിന്നെ തീ കൊടുക്കും. എല്ലാ വീട്ടിലും ജീപ്പ് ഉണ്ടാവില്ലേ? ഒരുവിധം എല്ലാ വീട്ടിലും ജീപ്പ് അല്ലെങ്കിൽ ഓമിനി അല്ല, അതാവോരേ ഉള്ളു. സൈക്കിൾ ഉണ്ടാവും, ബൈക്കാണ് എല്ലാ വീട്ടിൽ കൂടി. അതെ ഇതെല്ലാം കണ്ടായിരുന്നു. തമര അത് ഇതിന് തണൽ നിഴലടിക്കാൻ, പൊള്ളായിരിക്കാൻ. അതെ അവിടെ എന്താ വീട് ഒഴിഞ്ഞു കിടക്കുക? അത് അവര് ദേവസ്ഥാനം. വെള്ളത്തിനൊരു പ്രശ്നമല്ല അല്ലേ? ഇതാ നിങ്ങൾ പറഞ്ഞ കണ്ടുണ്ട് പറഞ്ഞു. അതല്ല കണ്ട അതെ. ആ മഴക്കാലമായില്ലേ. ഇവിടെ എങ്ങനെ ഭാഷയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ ഇവർക്ക് കുറച്ച് മലയാളം അറിയാം, പിന്നെ തുളുവാ പറയുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്ന അതോ? നമ്മൾ പറയും, നമ്മളോട് പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ അവര് പഠിക്കാം. കുറച്ച് നമ്മുടെ ഭാഷയായിട്ട് സാമ്യമുണ്ട്. തെങ്ങൊക്കെ അത്യാവശ്യം ഇതേപോലെ കായ്ക്കും. അത് നല്ല ഇതൊരു മണല് കൂടിയ മണ്ണാ. തെങ്ങിന്റെ ഇടപാട് കഴിക്കും. എന്താ കാരണങ്ങള്? തെങ്ങ് മണല് കൂടിയ മണ്ണ. ഇവിടുന്ന് മണലെടുത്തിട്ട് തേക്കും, സിമെന്റ് ചെയ്യാനൊക്കെ എടുക്കും. ഈ കണ്ടത്തി. അതെ മണല് കൂടിയ മണ്ണ. തെങ്ങിന് നല്ല മണ്ണ, കണ്ടില്ലേ? പുറത്തുനിന്ന് വന്നാൽ നമ്മളെ പോലുള്ള ആൾക്കാരെ എങ്ങനെ നോക്കും? ശ്രദ്ധിക്കുവോ? ഒരു കുഴപ്പമില്ല. അലമ്പാക്കോ? അലമ്പോ അങ്ങനത്തെ ഒന്നുമില്ല. അവരെ വീഡിയോ വർക്കൊന്നും എടുക്കാതിരുന്നാൽ മതി, അത് അവർക്ക് ഇഷ്ടമല്ല. അത് പോർച്ചാ കേട്ടോ. ഫോറസ്റ്റ് കൂടുതലുണ്ട്. ഫോറസ്റ്റ് അവർക്ക് വേണ്ടാത്ത സ്ഥലം ഉപയോഗിച്ചിട്ടൊക്കെ ഫോറസ്റ്റ് ആയിപ്പോയി. അവർക്ക് വേണ്ടാത്ത ഇവിടെ ഞാൻ പറഞ്ഞില്ല, കരശാലത്തിന് പട്ടയം കമ്മിയാ. ഇവിടുത്തെ ആൾക്കാരെ പ്രധാന വരുമാന മാർഗം എന്താണ്? തേങ്ങയുണ്ട്, നെല്ലുണ്ട്, അടക്കയുണ്ട്. ഇവർക്ക് അങ്ങനെ ചെലവില്ലല്ലോ. അങ്ങനെയുണ്ട്. ഡെയിലി ഇവിടെ തന്നെ ഈ അടുത്തടുത്തൊരു കടയുടെ എവിടെയെങ്കിലും വീടിയുടെ പുകല കൊണ്ട് കൊടുക്കും, വീടി അവിടെ എടുക്കും. ഇതിന്റെ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ആള് വന്ന് വീടി എടുത്തിട്ട് പോകും. ഈ പിള്ളേര് കൃഷിയിലോട്ട് വരുന്നുണ്ടോ? പിള്ളേരാരും കമ്മിയാ കൃഷിയിലേക്ക്. പിള്ളേരെല്ലാം പോവുക. ഇവർക്ക് ഈ SLC ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു കടയിൽ നിന്നാൽ 5000 ഒക്കെ കിട്ടൂലേ? അല്ല 500 റുപ്യൊക്കെ ദിവസം കിട്ടില്ലേ? 15000. വലിയ ചെലവില്ലല്ലോ. അപ്പോൾ അവരെല്ലാം പുറത്തേക്ക് പോവുക. കിച്ചോ, എങ്ങനെയുണ്ട് പാടത്തിന്റെ നടുക്ക് കൂടെ എങ്ങനെ നടന്നു വന്നിട്ട്? മീനുണ്ടോ? മീൻ നോക്കുന്നുണ്ടോ? ഓല് കാഴ്ച കണ്ട് ഇങ്ങനെ നടക്കാണ്. നടക്കണേന്റെ ഇടയ്ക്ക് അതിനകത്തോട്ട് ചാടണ്ട, ഇറങ്ങണ്ട. കാല് ചെരുപ്പ് അതിന്റെ അടിയിൽ പോകും. രണ്ടൊന്നും ഉണ്ടാവില്ല. സംഭവം നല്ല രസമുണ്ടല്ലേ? ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്നെ പേടിക്കണം. വെള്ളം കണ്ടവൻ ചാടും വെള്ളത്തിലോട്ട്. കണ്ടോ തെങ്ങ് കണ്ടോ? ഇത് വരമ്പത്തോടെ തെങ്ങും വെച്ച് കണ്ടം വേറെ തരും. ഇവിടെ ആളുകൾ മെയിൻ ഇതാ, പിന്നെ കൃഷി എന്താ ചെയ്യുന്നത്? ഇതെല്ലാം ഫുള്ള് പാടങ്ങളല്ലേ, ഫുള്ള് പാടങ്ങൾ. ഇപ്പം എല്ലാം കവുങ്ങ് വെച്ച് കരയാക്കിക്കൊണ്ടിരിക്കുന്നു, കരയാക്കി വെച്ചിട്ടുകൊണ്ടിരിക്കുന്നു. സംഭവം പാടത്തു കൂടെ ഒക്കെ നടക്കാൻ നല്ല രസമുണ്ട്. പാടത്തൂടെ ഇങ്ങനെ ഈ പച്ചപ്പിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടല്ലേ? അടിപൊളി വൈബാണ്. ഫുള്ള് അങ്ങോട്ട് നോക്കിയാടൊക്കെ ഫുള്ള് തെങ്ങും കവുങ്ങും എല്ലാ സംഭവങ്ങളും ആയിട്ട്. നിങ്ങളെന്തേ നോക്കി നടക്കണേ? അതിലെ പോണോ ഇതിലെ പോണോ? അതിലെ പോവാ. ഇല്ലേ കാടൊക്കെ കൊത്തി. നിങ്ങളെവിടെയാ മറ്റേ ഈ തെങ്ങൊക്കെ ചെത്താൻ കൊടുക്കുവോ? ചെത്തുന്നുണ്ടോ അവിടെ? ഇവിടെ ചെത്തുന്ന ഇവർക്ക് തെങ്ങ് ചെത്താൻ അറിയില്ല. പന എത്തുന്നേ? അതെ, പന ചെത്താറായില്ലോ. ഈ മാസം കഴിഞ്ഞാൽ ചെത്തും.
ആ അപ്പോൾ ഇതിൻ്റെ ഇത് വരണല്ലോ, തിരി വരണല്ലോ, കൊമ്പെന്ന് പറയും നമ്മൾ, അവർ തിരിയെന്ന് പറയും. നോക്കി നോക്കി പാട്ടാ വെച്ചോ. ഇത് നോക്കിയാൽ കാടെല്ലാം കൊത്തിയാലും വൃത്തിയാക്കിയിട്ട് കണ്ടു. ഇതേപോലെ നോക്കി നോക്കൂല തോട്ടം. തോട്ടം നല്ലോണം രണ്ട് പ്രാവശ്യം ഇതോണക്ക് വെട്ടും, പുല്ല് വെട്ടും. ഈ അടയ്ക്കൊക്കെ വീഴുന്നത് മരുന്നടിക്കാനും. ഇത് വെള്ളം നിൽക്കുന്നതുകൊണ്ടാ കാ കുറവാ. ഈ വെള്ളം ഇല്ലേ, ഇത് വേനൽക്കും വെള്ളം ഇങ്ങനെ നിൽക്കൂലേ? ആ, കാ കുറവായി. വെള്ളത്തിന് ഇവിടെ എന്താ ബോറടിക്കുന്ന? ഇതിൻ്റെ അകത്ത് ഇതിവിടെ കുളമുണ്ടത്, ഇത് ചെറിയ ഈ വെള്ളം ഉണ്ടത്. ഇത് പോർഷൻ്റെ ഇവിടെ ഇല്ലേ, നല്ല വെള്ളമുണ്ട് ഇവിടെ. പണിക്കാരൊക്കെ ഇഷ്ടം പോലെ കിട്ടുമോ? അതിവര് അങ്ങനെ പണിക്കാരൊന്നും ഇല്ലെന്നേ, അങ്ങനെ ഓവർ പണിയൊന്നും ഇല്ല. അവരെ ഉള്ള പണി അവരെടുക്കും. കണ്ടോ മോട്ടർ കണ്ടോ? ഇതാദ്യം വെള്ളം പറ്റുമൊന്നുമില്ലത്. ഇല്ലല്ലേ? ഇതെല്ലാം ഈ പോർഷനല്ലേ ഉള്ളത്, ഇതിന് നല്ല വെള്ളമുള്ള കണ്ടല്ലേ, ചതുപ്പ് കണ്ടങ്ങളല്ലേ ഇത്. ഫുള്ള് വലിയ മോട്ടറും വെച്ചിട്ടാണല്ലോ വെള്ളം അടിക്കുന്നത്. അത് ഡീസലാ, ഡീസൽ മോട്ടർ. കറണ്ട് ഉണ്ടല്ലോ എവിടെ? ഇതാണ് ഇത് കറണ്ട് കണക്ഷൻ അല്ല. അതേല് പന്നി വരാതെ കുപ്പി കെട്ടുന്നു. ഇവിടെ കറണ്ട് ഇടുമ്പോൾ ഡീസൽ മോട്ടർ. അതിൻ്റെ ഉള്ളിലെല്ലാം വാരിക്കളഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കണ്ടോ ഒരു ആമ്പല് പോണൊക്കെ ഒരു പായല്, ആഫ്രിക്കൻ പായല്, അത് ഫുള്ള് നിറച്ചുണ്ടായിരുന്നു. അത് ഇത് കുപ്പി കെട്ടുന്ന പന്നി വരാതെ. ഈ കുപ്പിയില്ലേ, ബിയർ കുപ്പി ഇങ്ങനെ കിടാ കിടാന്ന് അടിച്ച് സൗണ്ട് ആവും. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങളിലെ. കുട തുറക്കണില്ല ഞങ്ങള്. കവുങ്ങൊക്കെ അത്യാവശ്യം നല്ലോണം ആയിണ്ടല്ലോ അതൊക്കെ അല്ലേ? ഫോറസ്റ്റിക്ക് അപ്പൊ നമ്മള് പോണത്? പക്ഷെ അതിലെ മുകളിൽ വഴിയുണ്ട്. വാ, ഇതിലൊക്കെ പോയിട്ടുണ്ട് ഞങ്ങള്. ഇതങ്ങ് എത്തിയേ, നമ്മളെ അമ്പലത്തിന്റെ അവിടെ ഇല്ലേ, അതിങ്ങനെയല്ലേ പോയേ. ഇതിവിടെ എത്തി. ഇതാ ആ കാണുന്ന വീടിന്റെ മുകളിലാ ആ റോഡ്. ഇന്നാള് പോയ അമ്പലം. ആ അമ്പലം ഇതിങ്ങ് എത്തി. ഇത് മട്ടക്ക് പോവാം. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മട്ടക്ക് പോവാം. സ്വാമിയുടെ അങ്ങോട്ട് എന്നാ പോവാ. സ്വാമിയുടെ അങ്ങോട്ടാ പോണ്ടേ? എയില് വേണേലും പോവാം. സ്വാമിനെ അവിടെ കാണൂല. സ്ഥലങ്ങൾ കണ്ടാ മതി അല്ലേ? ഫുള്ള് കുന്നും മലയൊക്കെ ആയിരിക്കും. ഇത് നോക്കിയാൽ നല്ല രസമുള്ള സ്ഥലങ്ങൾ കേട്ടോ. ഞങ്ങള് പാടങ്ങളും നിങ്ങളപ്പോഴുള്ള യാത്ര പറഞ്ഞാലും ഒരു രസല്ലേ? ഇതൊക്കെ ഇനി പശുവിനെ അരിഞ്ഞു ആ, കൊണ്ടുപോകും. അത് പശുവിന് കൊടുക്കുന്ന, പശുവിനെ അരിഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കും. ചെറിയ ചെറിയ ചാലുണ്ടാവൂടാ, സാരമില്ല. ഒരു വീട് അവിടെ, കുറെ വീട് അപ്പുറത്ത്. അവിടെ ഇത് കണ്ടത്തിനോട് ചേർന്നല്ല വീടുകളാ. ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാവും അല്ലേ? മൊത്തം കവുങ്ങ് വെച്ച് പിടിപ്പിച്ചേക്ക. അപ്പൊ ഈ നേജി കണ്ടോ, നല്ല ലൈൻ അടിച്ചാ നട്ടേക്കുന്നല്ലേ? ആ, അടിപൊളി ലൈനിലാണല്ലോ പോയിക്കുന്നത്. നെല്ലിനെന്താ ഇവിടെ പറയാ? ബെത്ത അല്ലെങ്കിൽ ബാറ്. പട്ടി വരുവോ? ബെത്ത എന്ന് പറയാം, അല്ലെങ്കിൽ ബാർ എന്ന് പറയും. ബാർ, ബെത്ത. പട്ടി വരുവോ? അരിക്ക് അക്കി എന്ന് പറയും. പട്ടി പട്ടി വരുവോ? അതൊക്കെ വരും, പട്ടിയൊക്കെ വരും.